ഹലോ ഹലോ ഇന്നെൻ്റെ ബക്കറ്റ് ലിസ്റ്റുള്ള ഒരു ഡ്രീം സാധിക്കാൻ പോവാം. എനിക്കൊരു എൻ്റെ ഫസ്റ്റ് ഇൻട്രോ വീഡിയോ എന്തായാലും കുളമായി. ഞങ്ങളിപ്പോൾ പോകുന്നത് എൻ്റെ ബക്കറ്റ് ലിസ്റ്റുള്ള സ്ഥലത്തേക്കാണ്. എൻ്റെ മാത്രമല്ല, മിക്കവരുടെയും ബക്കറ്റ് ലിസ്റ്റിൽ അതുണ്ടായിരിക്കും. ഏപ്രിൽ 3 പാലക്കാട് നെന്മാറയിൽ വെച്ച് നടക്കുന്ന നെന്മാറ വല്ലങ്ങി വേല കാണാൻ പോവുകയാണ്. വേലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെടിക്കെട്ട് കാണാൻ വേണ്ടിയിട്ട്. ഇത്രയും പ്രശസ്തമായിട്ടുള്ളൊരു സംഭവം കാണാണ്ടിരിക്കുന്നത് മോശമല്ലേ? ഒരു 9:30 കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ പട്ടാമ്പി വഴി അങ്ങനെ ഷൊർണൂർ ഒറ്റപ്പാലം വഴിയാണ് പോകാനുള്ള പ്ലാൻ ചെയ്തത്. പട്ടാമ്പി എത്തിയപ്പോഴേക്കും ഭയങ്കര മഴ. എങ്കിലും മഴയൊക്കെ കൊണ്ട് പോയി. വാടാനംകുറിശ്ശി എത്തിയപ്പോഴേക്കും മഴയൊക്കെ അതിൻ്റെ പാട് നോക്കിപ്പോയി. പാലക്കാട് എത്തിയപ്പോഴേക്കും ഞങ്ങൾക്കൊരു ഐഡിയ, എന്തായാലും ഇനിയും കുറേ സമയമുണ്ട്. അപ്പോൾ പിന്നെ വെറുതെ ഇത്രയും നേരം അവിടെ പോയിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ വന്ന സ്ഥിതിക്ക് പാലക്കാട് കോട്ട കണ്ടാലോ എന്ന്. ഞാൻ ഇതുവരെ പാലക്കാട് കോട്ട കണ്ടിട്ടില്ല. മലമ്പുഴയിലൊക്കെ 3-4 തവണ പോയിട്ടുണ്ടെങ്കിലും അതും ചെറുപ്പത്തിലൊക്കെ പോയിട്ടുള്ളത്. കോട്ട അതുവരെ കണ്ടിട്ടില്ല. കോട്ടയുടെ കവാടത്തിന് മുന്നിലായിട്ട് മഹാനവമി ഉത്സവം നടക്കുന്നതായിട്ടുള്ള പോസ്റ്റർ കണ്ടു. അപ്പോൾ ഡൗട്ടായി, ഇനിയിപ്പോൾ കോട്ടയുടെ എൻട്രൻസ് വേറെയാണോ അതോ ഇത് അമ്പലമാണോ എന്താണെന്ന് എനിക്ക് ശരിക്കും ഡൗട്ടായിപ്പോയി. എന്തായാലും ടിക്കറ്റ് എടുത്ത് കയറിപ്പോയി. കയറി നോക്കിയപ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ ഒരു അമ്പലം ഉണ്ടോയെന്ന് മനസ്സിലായത്. അപ്പോൾ ആൾക്കാരൊക്കെ ചെരുപ്പിട്ട് കയറുന്നുണ്ട്. സാധാരണ അമ്പലത്തിൽ ചെരുപ്പിട്ട് കയറാറില്ലല്ലോ, ചെരുപ്പിട്ട് കയറുന്നൊക്കെ ഉണ്ട്. ഇതിപ്പോൾ എനിക്കറിഞ്ഞൂടെ എന്താന്ന്. എന്തായാലും ഞങ്ങൾ അതിനുള്ളിൽ കയറി ജസ്റ്റ് ഒന്ന് തൊഴുതു, എന്നിട്ട് തിരിച്ചിറങ്ങി. കുറച്ചു നേരം അവിടെ ആൽമരത്തിലൊക്കെ ഇരുന്നു. ഭയങ്കര പോസ്റ്റായിരുന്നു. എന്തായാലും ഇവളുടെ എക്സ്പ്രഷൻ കണ്ടാൽ തോന്നും ഞാൻ അവളെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന പോലെയാണ്. ഉള്ള സ്ഥായി ഭാവം ഇങ്ങനെയാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചു. നല്ല അടിപൊളി ഫുഡായിരുന്നു, നല്ല നാടൻ ഫുഡ്. ഈ കാണുന്ന സ്ഥലം എവിടെയോ കണ്ട പോലെയല്ലേ? എനിക്ക് തോന്നി എനിക്ക് ഒരു സിനിമയിൽ കണ്ടൊരു ഓർമ്മയുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? എത്ര കണ്ടാലും മടുക്കാത്ത കാഴ്ചകൾ അതൊക്കെ. ഈ പാടവും പച്ചപ്പും കുളവും അമ്പലവും എന്ത് രസമല്ലേ! എനിക്ക് എത്ര കണ്ടാലും മടുക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഈ പോകുന്ന പോക്കി വഴക്ക് കിടന്നുകൊണ്ടിരിക്കുക. കാരണം അവൾ ജീൻസിട്ടാണ് വന്നേക്കുന്നത്. ഞാൻ പറഞ്ഞു മോക്ഷയിൽ പോവാന്ന്. മോക്ഷ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും, ആ വീട് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവിടുന്ന് ഫോട്ടോ എടുക്കണമെങ്കിൽ നല്ല നാടൻ ഡ്രസ്സ് വേണ്ട, ജീൻസ് ഇട്ടാൽ പറ്റത്തില്ലല്ലോ. അപ്പോൾ ആ വഴക്കൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ മോക്ഷയിലേക്ക്.
അങ്ങനെ കുറേ കറങ്ങി തിരിഞ്ഞ് നെന്മാറ എത്തി. നെന്മാറ എത്തിയപ്പോഴോ പോലീസ് വഴി ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നു. അമ്പലത്തിൻ്റെ അങ്ങോട്ട് വണ്ടി പോകത്തില്ല. അതുകൊണ്ട് വണ്ടി ഞങ്ങൾ ദൂരെ സ്ഥലത്ത് വെച്ചിട്ട് അമ്പലത്തിലേക്ക് നടന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര മഴ പറഞ്ഞാൽ ഭയങ്കര മഴ. ഞാൻ വന്നിട്ട് വേഗം ഓടി കയറി ഒരു പെട്രോൾ പമ്പിലേക്ക് കയറി. എന്നിട്ട് കുറേ നേരം അവിടെ നിന്നു. അങ്ങനെ മഴയൊക്കെ മാറി ഞങ്ങൾ തിരിച്ച് പാടത്തേക്ക് എത്തിയപ്പോൾ അവിടെ ജനങ്ങൾ നിറഞ്ഞു തുടങ്ങി. ഞങ്ങളൊരു സ്ഥലം നോക്കി കണ്ടുപിടിച്ച് അവിടെ നിന്നു. പിന്നെ അങ്ങ് ഫുൾ ഇതെപ്പോൾ തുടങ്ങും എന്നുള്ള കാത്തിരിപ്പായിരുന്നു. അങ്ങനെ കുറേ നേരം കാത്തിരുന്ന് അവസാനം തുടങ്ങി.